വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമോടെ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ആശ്വാസം നൽകിടുന്ന ആശ്വാസം നൽകിടുന്ന യേശുവേ നോക്കിയ എണ്ണമില്ല നന്മ നൽകിടുന്ന യേശുവേ നോക്കിയാലെണ്ണമില്ല നന്മ നൽകിടുന്ന യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്നൊരു ദൈവിക സമാധാനം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിനകത്തിട്ട് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം തന്ന നല്ല ഭാഗ്യ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നത്തെ ആമേൻ ദൈവിക ചിന്തകൾക്ക് വേണ്ടി ആമേൻ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 47 മുതൽ നമുക്കൊന്ന് വായിക്കാം. ആരെങ്കിലും വേദപുസ്തകം എടുത്തിട്ടുള്ളവർ വേഗത്തിൽ ആമേൻ സ്തോത്രം. 47 മുതൽ 13 മത്തായി, മാത്യു ചാപ്റ്റർ 13 verse 47 to അതിൻ്റെ 50. Saint Matthew chapter 13 verses 47. Once again, the kingdom of heaven is like a net that was let down into the lake and caught all kinds of fish. When it was full, the fishermen pulled it up on the shore. Then they sat down and collected the good fish in baskets, but threw the bad away. This is how it will be at the end of the age. The angels will come and separate the wicked from the righteous and throw them into the fiery furnace, where there will be weeping and gnashing of teeth. Yeah, Mother Sister. Hallelujah. Thank you, Jesus. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്ത് ആമേൻ കർത്താവ് നമ്മളോട് അറിയിപ്പിക്കുന്ന ഒരു വലിയൊരു ദൂതാണ് ഞാനിപ്പോൾ ആമേൻ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. എൻ്റെ മലയാളം ഇങ്ങനെയാണ്. ആമേൻ. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സാദൃശ്യം. നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു
വലയോട് സദൃശ്യം. 48 പറഞ്ഞു, നിറഞ്ഞപ്പോൾ അതവർ വലിച്ചു കരയ്ക്ക് കയറ്റി, ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്നും ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിലിട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഉവ്വ് എന്ന് പറഞ്ഞു. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്നും പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശ്യനാകുന്നു എന്ന് പറഞ്ഞു. 43 കൂടെ ചേർത്ത് വായിക്കുന്നു. ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തൻ്റെ പിതൃനഗരത്തിൽ വന്ന് അവരുടെ പള്ളിയിൽ അവരെ ഉപദേശിച്ചു. ആമേൻ. ഞാനിത് വായിച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു ഭാഗം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം നമ്മളിത് നോർമലി കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ആമേൻ ദൈവരാജ്യത്തെക്കുറിച്ചും ആമേൻ സ്വർഗരാജ്യം എന്താണ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഒരു നല്ല ഒരു ഉപദേശമാണ് അവിടെ പറയപ്പെടുന്നത്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ആമേൻ എല്ലാം അതാണ് പറയുന്നത്. പ്രോസ്പെരിറ്റി മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ആമേൻ നമുക്ക് കഴിയില്ല. കാരണം പ്രോസ്പെരിറ്റി മാത്രം കേട്ടതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരിക്കലും ലൈനപ്പ് ആകുന്നില്ല. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് എന്നോട് സംസാരിച്ച ഒരു വലിയ വിഷയമാണ് നിറയപ്പെട്ട വലയെക്കുറിച്ച്. നിറഞ്ഞ വല. നമ്മൾ ആ വായിക്കുന്ന ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. 48 വാക്യപ്പോൾ നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി, ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. ഇവിടെ തന്നെ ഒരു വലിയ കൺഫർമേഷനാണ് നമുക്ക് കർത്താവ് തരുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇതിനകത്തില് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്ന് കൂടുതലായിട്ട് ഇന്ന് നമുക്കൊരു കൊച്ചു സമയമാണ്, ചെറിയ സമയത്തിനുള്ളിൽ നമുക്കിതൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. എങ്കിലും നമ്മളെ പണിയപ്പെടണം. ആമേൻ. നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ ആമേൻ വക്താക്കളാണ്. നമ്മളോട് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അല്പസമയം മാത്രമേ നമ്മളുടെ ജീവിതത്തിനകത്തുള്ളൂ. ഒരു വർഷം ഒരു കർത്താവ് പറയുന്നത് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 ആമേൻ അതിലും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണത് മുന്നോട്ട് പോകുവാനായിട്ട്. അത് എത്രത്തോളം നമ്മൾ മുന്നോട്ട് പോകുമോ അത്രത്തോളം നമുക്ക് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് മരണക്കിടക്കയിൽ പോലും ദൈവത്തിൻ്റെ രാജ്യത്തിനു വേണ്ടി നമ്മൾ നിൽക്കുന്നവരായി മാറണം. നമ്മൾ കർത്താവിന് വേണ്ടി അനേകരെ ക്രിസ്തുവിലേക്ക് നേടുന്ന വക്താക്കളായി തീരണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ അറിയിപ്പിക്കുന്നത്. ആമേൻ. നമ്മളിപ്പോൾ ഈ വലയെപ്പറ്റി പറയുമ്പോൾ ഒരു വല ഒരു കടലിലേക്ക് എറിയപ്പെടുമ്പോൾ ആ കടലിനകത്തു നിന്നും അനേക മീൻ അതിനകത്തിലേക്ക് വരും. മീൻ വരുന്നുണ്ട്, മറ്റു പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് കയറും. ആമേൻ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വല കഴുകുന്നവർ അല്ലെന്നുണ്ടെങ്കിൽ അത് കടലിൽ നിന്നും അത് പിടിച്ചു കയറ്റി അത് ഒരു ബോട്ടിനകത്തിലേക്ക് വച്ചു കഴിയുമ്പോൾ അതിനകത്തു നിന്നും അവരതിനെ സെപ്പറേഷൻ ആക്കും. വലുതും ചെറുതുമായിട്ടുള്ളതും കൊള്ളരുതാത്തതും കൊള്ളാവുന്നതിനെയും ഒക്കെയും തെരഞ്ഞു പിടിച്ച് ആമേൻ അതിനെ പല സ്ഥലങ്ങളിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കരത്തിൽ ദൈവം ഒരു വല ഏൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ. പത്രോസിനെ ദൈവം ആമേൻ പിടിച്ചതും എല്ലാം ആ ഒരു മേഖലയ്ക്കകത്താണ്. അനേകര് നമ്മളുടെ മുൻപിൽ ഞാനടക്കം വിളിച്ചു പറയുന്ന ഒരു വിഷയമാണ്. പത്രോസ് വല നന്നാക്കിക്കൊണ്ടിരുന്നപ്പോൾ യേശു ആ വഴി അദ്ദേഹത്തെ സന്ദർശിക്കുവാനായിട്ട് ചെല്ലുകയും മുക്കുവനായിരുന്ന പത്രോസിനെ
ആമേൻ ദൈവരാജ്യത്തിൻ്റെ ഒരു വക്താവായി തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് അറിയിപ്പിക്കുന്നതും അതുതന്നെയാണ്. നമ്മളെ തെരഞ്ഞു പിടിച്ചതും ആമേൻ ഹല്ലേലൂയ ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ വിശ്വസ്തയോടുകൂടി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ് എങ്കിൽ ആമേൻ നമ്മളെ കർത്താവ് ബ്ലെസ് ചെയ്യുക മാത്രമല്ല, നമ്മളെ കൊണ്ട് കർത്താവിന് വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്. എത്ര പേർക്ക് ആമേൻ ഈ പദം കേൾക്കുമ്പോൾ ഒരു ആമേൻ പറയാൻ കഴിയും? ആമേൻ പറയാൻ കഴിയണം. കാരണം എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ പദ്ധതിയാണ്, ഒരു വലിയ നിയോഗമാണ്. ആ നിയോഗത്തിൻ്റെ അകത്ത് നാം എപ്പോഴാണ് അത് ഫുൾഫിൽനെസ്സിലേക്ക് നമ്മൾ കയറി വരുന്നത്, അപ്പോൾ മുതൽ കർത്താവ് നമ്മളെ സ്നേഹിക്കാനായിട്ട് തുടങ്ങുന്നു. ആമേൻ ഹല്ലേലൂയ. വേണം 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 എന്ന് പറയുന്നത് മാത്രമാകരുത് ഒരു ആത്മീകന്റെ ജീവിതം എന്ന് പറയുന്നത്. ആമേൻ ഹല്ലേലൂയ. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന കാഴ്ചപ്പാടുകൾക്കകത്ത് നാം നിൽക്കുമ്പോൾ ആമേൻ ഒരുപക്ഷെ ആമേൻ നമ്മുടെ ലൈഫിനകത്തിൽ നമുക്ക് അല്ലെങ്കിൽ പുറത്ത് നമുക്കൊന്നും കാണുവാനായിട്ട് കഴിയത്തില്ലായിരിക്കാം. മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലായിരിക്കാം. മറ്റുള്ളവർ നോക്കുമ്പോൾ, വാക്കുകൾ ശ്രദ്ധിക്കുക, മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മൾ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലായിരിക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ആമേൻ ഹല്ലേലൂയ, ഈ ഭൂമിയിലുള്ള ജീവിതമെല്ലാം അവസാനിക്കുമ്പോൾ ആമേൻ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയൊരു അർത്ഥമായ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലും. അവിടെയാണ് നമ്മുടെ ലൈഫ് ആരംഭിക്കുന്നത് തന്നെ. ഞാൻ ഈ പ്രഭാതത്തിൽ വളരെ ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവജനത്തോട് പറയട്ടെ, ആമേൻ നമ്മുടെ ലൈഫിനെ നമ്മൾ എപ്രകാരമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ആമേൻ അതിനകത്തു നിന്നും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ദൈവപാദപീഠത്തിങ്കിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരേണ്ടവരായി മാറണം എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥ ഹൃദയത്തോട് പറയുന്നു. ബാക്കിയെല്ലാം കർത്താവ് നമുക്ക് ജീവിതത്തിനകത്തിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ വിശ്വസിക്കുക. കർത്താവിൻ്റെ കരത്തിൽ ഞാൻ ഏൽപ്പിക്കപ്പെടുമ്പോൾ ആമേൻ അതുതന്നെയാണ് കാൽവറി ക്രൂശിൽ സംഭവിച്ചത്. ആമേൻ ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആമേൻ ഈ ഭൂമിയിൽ ആർക്കും കിട്ടാത്തൊരു ബഹുമതിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന് ദൈവം കൊടുത്തത്. ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മരിച്ചവരെ ഉയർപ്പിക്കുകയും ആമേൻ ഹല്ലേലൂയ സ്തോത്രം രോഗക്കിടക്കയിൽ കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണം എന്ന് നമുക്ക് താല്പര്യമുണ്ട്. നമ്മുടെ ഹൃദയം അനുവദിക്കുന്നുണ്ട് അതിന് നമ്മുടെ മേൽ അഭിഷേകമുണ്ട്. ആ അഭിഷേകം അത് എവിടെ നിന്നാണ് നമ്മൾ ലഭിക്കുന്നത് എന്നുള്ളത് നമ്മളത് യഥാർത്ഥമായി നമ്മൾ എപ്പോഴാണത് തിരിച്ചറിയുന്നത്, അപ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് തുടങ്ങും. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ 46-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ വിലയേറിയൊരു മുത്ത് കണ്ടെത്തിയപ്പോൾ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി എന്നവിടെ ഒരു പദം കൂടെ ഏറ്റവും മുകളിൽ പറയുന്നുണ്ട്. അതിനുശേഷമാണ് പറയുന്നത്, പിന്നെയും സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ വലയോട് സാദൃശ്യമെന്നാണ് പറയുന്നത്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ നമ്മുടെ കരത്തിലൊക്കെയും ആമേൻ ഒരു എക്യുപ്മെന്റ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? ആമേൻ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ പിടിക്കുന്ന ഒരു വലിയ വല. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. നമ്മളോടൊരു പക്ഷേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മളിത് പറയുമ്പോൾ അടി വാങ്ങിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് ആമേൻ ഒത്തിരി പ്രോബ്ലംസുകളിലൂടെയൊക്കെ നമ്മളെ ലോകം കൊണ്ടുപോകും. പക്ഷേ എന്നാലും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു പദ്ധതി നമ്മളത് ചെയ്യുവാൻ എപ്പോൾ നമ്മൾ തയ്യാറാകുന്നോ അപ്പോൾ മുതൽ കർത്താവ് നമ്മളെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങും. ആമേൻ ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ, നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ നിരപ്പ് പ്രാപിച്ച് ആമേൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങും. ഇന്ന് പ്രഭാതത്തിൽ ശിഷ്യന്മാരോട് സംസാരിച്ച അതേ പദത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ചിന്തിച്ച് ആമേൻ ഹല്ലേലൂയ ദൈവപാദപീഠത്തിൽ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 48-ാമത്തെ വാക്യം പറയുമ്പോൾ, നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി, ഇരുന്നു കൊണ്ട് നല്ലത്
പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. ആമേൻ, സ്തോത്രം. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. 3-4 വിഷയങ്ങളെക്കുറിച്ച് അവിടെ നല്ല വ്യക്തമായിട്ട് പറയപ്പെടുന്നുണ്ട്. വല കരയ്ക്കായിരുന്നു, അത് കടലിലേക്ക് എറിഞ്ഞപ്പോഴാണ് അതിനകത്ത് മീനുണ്ടായത്, അല്ലെങ്കിൽ അതിനകത്ത് നിറയപ്പെട്ടത്. വല കരയ്ക്ക് നിന്നും എറിയാൻ നമ്മൾ ആദ്യം പഠിക്കണം. എങ്ങനെയാണ്? ആമേൻ, ദൈവസാന്നിധ്യത്തിൽ നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ, വല എറിയണമെന്നുണ്ടെങ്കിൽ അതിനൊരു ആമേൻ അഭിഷേകം വേണം. ഹല്ലേലൂയ. നമുക്കറിയാം, യേശു കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യനായിരുന്ന ആമേൻ പത്രോസിനെ പിടിച്ചത് നമുക്കറിയാം. വല നന്നാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പിടിച്ചത്. അവനോട് ചോദിച്ച ചോദ്യം ഇതാണ്, ആമേൻ, പത്രോസേ, ആമേൻ, ഒന്നും ലഭിച്ചില്ലയോ? പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ രാവും പകലും അധ്വാനിച്ചു, പക്ഷേ എൻ്റെ കരത്തിൽ എനിക്കൊന്നും കിട്ടിയില്ല. പത്രോസിന് അറിയാത്ത കടലല്ലത്. ഗലീല എന്ന് പറയുന്ന കടലിനെ കുറിച്ച് പത്രോസ് എന്നും അവിടെ ജനിച്ചു, അവിടെ വളർന്നു. ആമേൻ, ആ കടലിൻ്റെ അടിത്തട്ട് മുഴുവനും അറിയാവുന്നവനെ ഒരൊറ്റ നിമിഷം കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി പിടിക്കുവാൻ, ആമേൻ, ഈ സകല അണ്ടകടാരങ്ങളെയും നിർമ്മിച്ചവനായ ദൈവം തൻ്റെ മുമ്പിൽ നിന്നും തൻ്റെ കണ്ണിൽ നിന്നും ആ മീനുകളെ മുഴുവനും മറച്ചു കളഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. അവിടെ സംഭവിച്ചത് എന്താണ്? താൻ എല്ലാം തകർന്നവനെ പോലെ നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആമേൻ ആ യാത്ര പത്രോസിലേക്ക് തുടങ്ങിയത്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഈ ആത്മനിറവിൽ നിന്നുകൊണ്ട് ഉപവാസത്തിന്റെ 3-ാമത്തെ പകൽ സമയത്ത് ഞാൻ പറയുന്നു, നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ ദൈവരാജ്യം എന്താണ്, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പദ്ധതി എന്നിലൂടെ എന്താണ് നിറവേറ്റപ്പെടേണ്ടത്, അതിനെക്കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് ആമേൻ, ഹല്ലേലൂയ, കർത്താവ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. പത്രോസിന്റെ ലൈഫിനകത്ത് വല നന്നാക്കിക്കൊണ്ട് നിന്നപ്പോൾ, എന്ന് വെച്ചാൽ വലയ്ക്കകത്ത് കുടുങ്ങിയ ആമേൻ വല പൊട്ടിയിട്ടുണ്ടാകാം, അതിനെ ഒരുപക്ഷെ നന്നാക്കുമായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്തിൽ ഒരു പ്രാവശ്യം എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിനകത്തിൽ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള സംഭവങ്ങൾ അതിനകത്ത് വന്നു കയറിയിട്ടുണ്ടാകാം, അതിനെ എടുത്ത് പറക്കി കളയുകയായിരിക്കാം. ഈ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് പത്രോസിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അടുത്ത ചോദ്യമാണ്, ഒന്നും ലഭിച്ചില്ലയോ? അടുത്ത പത്രോസിന്റെ മറുപടി, ആമേൻ, ഒന്നും ലഭിച്ചില്ല. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എങ്കിൽ ആമേൻ, നീ ആ വല ആമേൻ കടലിലേക്ക് ഇറക്ക്, ബോട്ട് അല്പം കൂടി ഒന്ന് ആഴത്തിലേക്കൊന്ന് മാറ്റ്, എന്നിട്ട് നീ വല എറിയ്. ആമേൻ, സ്തോത്രം. ദൈവമക്കളെ, ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയൊരു ദൂതാണ്. ഈ ദൂത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ആമേൻ, അഭിഷേകമുള്ളവൻ ഒരുവന്റെ അരികിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ അവന് ഭൗതികമായുള്ളതിനെയും ആമേൻ അവിടെ ലഭിക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, അവനിലൂടെ ഒരു ദൈവപ്രവൃത്തി ആരംഭിക്കുവാനുള്ള ആ ഒരു ചാൻസ് അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. അതിൻ്റെ ഉള്ളിലുള്ള ഒരു അതിൻ്റെ വ്യക്തത. ആമേൻ, ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പത്രോസിന്റെ അരികിലേക്ക് കർത്താവ് ചെന്നപ്പോൾ 2 കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. ഒന്ന്, പത്രോസിന്റെ അരികിലേക്ക് യേശു കർത്താവ് ചെല്ലുമ്പോൾ യേശു കർത്താവ് ആമേൻ, ഹല്ലേലൂയ, അഭിഷേകമുള്ളവനായിട്ടാണ് കടന്നു ചെല്ലുന്നത്. അഭിഷേകമുള്ളതെന്ന് വെച്ചാൽ ഹോളി സ്പിരിറ്റ് നിറഞ്ഞവനായിട്ട് കടന്നു ചെല്ലുമ്പോൾ, ഹോളി സ്പിരിറ്റ് നിറഞ്ഞവന ദൈവപുത്രനാണ്. ദൈവപുത്രൻ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ ഒന്നാമത് നടക്കുന്നത് അവന്റെ മേൽ ആമേൻ ഒരു പ്രത്യേകമായ ഒരു അനോയിന്റിങ്ങിന്റെ ഒരു സാന്നിധ്യം വീഴുകയാണ്. അതുപോലെ തന്നെ ആമേൻ അവന്റെ കരത്തിലിരിക്കുന്ന വലയെ എടുത്ത് ആമേൻ വെള്ളത്തിലേക്ക് എറിയാൻ പറയുമ്പോൾ അതിനകത്ത് ദൈവത്തിനറിയാമായിരുന്നു, ഇന്ന് ഇവനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവന് ചിലത് നിറച്ചു കൊടുത്തേ മതിയാകത്തുള്ളൂ. ആമേൻ, അഭിഷേകമുള്ളവൻ ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ
അഭിഷേകമുള്ളവന്റെ അധരം ചലിച്ചു തുടങ്ങുമ്പോൾ ഹാലലൂയ രോഗികൾ സൗഖ്യമാകണം. അഭിഷേകമുള്ളവന്റെ വാക്കിനകത്തൂടെ ഹാലലൂയ സ്തോത്രം സാമ്പത്തിക നന്മകൾ ഓപ്പൺ ആകണം. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിന്റെ നിറവിൽ പറയുന്നു, നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്ന ഈ കാഴ്ചപ്പാടുകളെ നമ്മൾ ഉപയോഗിക്കാൻ എപ്പോൾ തുടങ്ങുന്നു, അന്ന് മുതൽ നിന്റെ വല നിറയാൻ തുടങ്ങും. ഹാലലൂയ. ഞാൻ ഈ പദം പറഞ്ഞ് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാളെ ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മുന്നോട്ടുള്ള ഭാഗങ്ങൾ ഞാൻ ചിന്തിക്കും. ഹാലലൂയ സ്തോത്രം. എപ്പോൾ നിന്റെ കരത്തിൽ നിന്നും വല ആഴത്തിലേക്ക് അതിനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ, ഹാലലൂയ സ്തോത്രം, അല്ലെന്നുണ്ടെങ്കിൽ ആഴത്തിലേക്ക് അതിനെ എറിഞ്ഞ് അതിനെ പിടിക്കാൻ തുടങ്ങുമ്പോൾ അതിനകത്ത് ഇനിയാണ് ചരിത്രം ആരംഭിക്കുന്നത്. അതിനകത്ത് പല വക മീനുകൾ കയറും. നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. ഹാലലൂയ സ്തോത്രം. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു മേഖലയ്ക്കകത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ നല്ലതിനെയും ചീത്തയെയും നമ്മൾ തിരിച്ചറിയണം. ഹാലലൂയ. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? വല എറിഞ്ഞത്, വല നിന്റെ കയ്യിലാണ് എന്റെയും നിങ്ങളുടെയും കരത്തിലാണ് വല ഏൽപ്പിച്ചിരിക്കുന്നത്. ഹാലലൂയ. അഭിഷേകത്തോടെ നാം അതിനെ എറിയുമ്പോൾ ഹാലലൂയ അതിനകത്ത് ചിലത് കയറും. അതിനകത്ത് ചിലത് കയറുമ്പോൾ അതിനെ നല്ലതിനെയും ചീത്തയെയും തിരിച്ചറിയണം. ഇന്ന് പ്രഭാതത്തിൽ ഈ ആത്മീക കൂട്ടായ്മയ്ക്കകത്ത് കൂടി വന്നിരിക്കുന്ന ജനത്തിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കരത്തിൽ അഭിഷേകത്തിന്റെ വല തന്നിട്ടുണ്ടോ? അതിനെ എറിയുക. ഹാലലൂയ. അതിനകത്ത് സ്തോത്രം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിലതിനെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി പരിശുദ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ദുഷിച്ച അവസ്ഥയിലൂടെ കടന്നുപോയിരിക്കുന്ന ചിലതിനെ പിടിക്കുവാൻ തക്കവണ്ണം ആ വല നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വല എറിയുമ്പോൾ അതിനകത്തിലേക്ക് വ്യക്തമായ ചിലത് കയറും. അതിലൂടെ അവരും മാനസാന്തരത്തിലേക്ക് കയറുവാൻ ഇടവരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഈ ഒരു ചെറിയ ദൂതിനെ ഞാൻ നിങ്ങളിലേക്ക് ഹാലലൂയ പകർന്നു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി. അടുത്ത പദം പറയുന്നു, ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു. ഹാലലൂയ. ഇരുന്നു കൊണ്ട് ഹാലലൂയ അതിനകത്തു നിന്നും നല്ലത് പാത്രങ്ങളിലേക്ക് കൂട്ടിവെച്ചു. ഇത് അന്ത്യകാലത്തില് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് കേട്ടോ. ഹാലലൂയ. താങ്ക് യു ജീസസ്. എത്ര പറഞ്ഞാലും ചിലത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഹാലലൂയ. ദൈവത്തിന് അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിനകത്തെല്ലാം നമ്മൾ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വന്നിട്ടും പിന്നീട് ആ ദൈവത്തെ മനസ്സിലാക്കാതെ ആ ദൈവം ആരെന്നറിയാതെ അവൻ അവിടെ നിന്നും പിന്നെയും പാപത്തിന്റെ ചെളിക്കുഴിക്കകത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹാലലൂയ സ്തോത്രം. ചിലതിനെയൊക്കെ തിരിച്ചു പിടിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 99നെയും വിട്ടിട്ട് ഒന്നിന്റെ പുറകെ കർത്താവ് പോയി. ഇന്നത്തെ ഇടയന്മാരെ നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ചിലതിനെ വിളിച്ചാലൊന്നും പിന്നെയും വരത്തില്ല. വലിയ ബുദ്ധിമുട്ട്. ഇവിടെ ഒന്നും ഇല്ലല്ലോ, ഇവിടെ മൊത്തം ഉപദേശമല്ലേ, അല്ലെങ്കിൽ ഇവിടെ മുഴുവനും വേറെ ഒന്നും ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് കഴിയുന്നില്ല, ഞങ്ങൾക്ക് പ്രോസ്പെരിറ്റി വേണം. ഹല്ലേലൂയ. കുഞ്ഞെ, ഒറ്റ കാര്യം ഞാൻ ആത്മാവിൽ ഒരു ദൂതറിയിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവരാജ്യം സമീപിക്കുകയാൽ അവന്റെ രാജ്യം സമീപിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നല്ലതിനെ മാത്രം തെരഞ്ഞെടുക്കുന്ന ഒരു ദിവസം വരും. അതിനകത്ത് അകപ്പെടുവാൻ തക്കവണ്ണം, അതിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി. ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. ബാഡായിട്ടുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. ഓ ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. 48ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരയ്ക്ക് കയറ്റി, ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. നല്ലതിനെ മുറുകെ പിടിക്കുകയും ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടണമെന്നും നാം എപ്പോഴാണ് ആഗ്രഹിക്കുന്നത്?
അന്ന് മുതൽ നാം ദൈവത്തിൻ്റെ പൈതലായി മാറും. നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ആമേൻ ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് തുടങ്ങും. ഇത് ദൈവമായിട്ടുള്ള ഒരു ബന്ധമാണ്. ആ ആഴം നമ്മൾ എപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്, അവിടെയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങുന്നത്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഒത്തിരി പേരെ കുറിച്ച് എനിക്ക് പറയുവാനുണ്ട്. അതിനൊന്നും ഒരു സമയം ഇപ്പോൾ നമുക്കില്ല. ദാനിയേലിനെ കുറിച്ച് പറഞ്ഞാൽ ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ദാനിയേലിൻ്റെ പ്രാർത്ഥനയിൽ ദൈവം ശക്തമായ മറുപടികളെ കൊടുത്തിട്ടുണ്ട്. ശദ്രക്, അബേദ്നെഗോം, മേശക്, അബേദ്നെഗോം ഇവർ 3 പേരും ആമേൻ എരിയുന്ന തീച്ചുളയ്ക്കകത്തിലേക്ക് അകപ്പെട്ടു. പക്ഷെ അവരുടെ ജീവിതത്തിനകത്ത് അവരെ ദൈവം എങ്ങനെയാണ് നിലനിർത്തിയത്? ആ ന്യായപ്രമാണത്തിനനുസരിച്ച് അവർ നിൽക്കുവാൻ തയ്യാറായി. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒന്ന് ഒരുങ്ങിക്കൂടെ? കർത്താവേ, ആമേൻ, അങ്ങയുടെ ഹിതപ്രകാരമുള്ളൊരു ലൈഫ്, അങ്ങയുടെ ആമേൻ സാന്നിധ്യത്തിനകത്തുള്ളൊരു ലൈഫ്, ആമേൻ എൻ്റെ കരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആമേൻ ഈ നെറ്റിനെ, ഈ വലയെ ആമേൻ ഞാൻ എറിയുമ്പോൾ അതിനകത്ത് ചിലത് ലഭിക്കും. അതിനെനിക്ക് ഉറപ്പാണ്. എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ ആ വല എറിയുവാൻ തയ്യാറാണ്? ആമേൻ, നിങ്ങളുടെ കരത്തിലൊരു വല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ വലയെടുത്തെറിയുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ആമേൻ, അവിടെയാണ് കർത്താവ് നമ്മളോട് സ്നേഹം, നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രഭാതത്തിൽ ആമേൻ തൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, ഒരു പുതിയ വാഗ്ദത്തത്തിലേക്ക് കയറുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ ഇവരെ ബലപ്പെടുത്തണേ, ശക്തീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും ഞാൻ ഹല്ലേലൂയ ഏൽപ്പിച്ചു തരികയാണ്. കർത്താവെ, ഇനിയും അനേകരിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ആമേൻ പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം, അഭിഷേകത്തെ പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ആമേൻ, ഹല്ലേലൂയ. 120 പേരുടെ പാളിക മുറിക്കകത്ത് പത്രോസ് കയറിയപ്പോൾ പത്രോസിൻ്റെ മേൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, അഭിഷേകത്തിൻ്റെ സാന്നിധ്യം വീഴാൻ തുടങ്ങി. ഹല്ലേലൂയ. സാന്നിധ്യം വീണവൻ ഇറങ്ങിയപ്പോൾ 3000 പിടിച്ചു. അതിനു മുൻപ് എങ്ങും എഴുതിയിട്ടില്ല 3000 ആമേൻ ഹല്ലേലൂയ ദൈവരാജ്യത്തിലേക്ക് ചേർത്തുവെന്ന്. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ആമേൻ ഓരോരോ ആമേൻ മിറക്കിളുകൾ കണ്ടപ്പോൾ ജനം കൂടി വന്നു. 12 വർഷം രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ, അവർക്ക് ആമേൻ എത്രയോ ജനത്തിന്റെ നടുവിലാണ് അവർക്ക് ആമേൻ രോഗസൗഖ്യമുണ്ടായത്. കുരുടന്മാർ നിലവിളിച്ചപ്പോൾ യേശു അവിടെ നിന്നു, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഒരു എൻകറേജ്മെന്റ് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്. നമുക്കൊന്നിറങ്ങാമോ? നമ്മളൊന്നിറങ്ങിയാൽ, നമ്മൾ ഹല്ലേലൂയ ദൈവരാജ്യത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു തീർച്ചയായിട്ടും ആമേൻ ഹല്ലേലൂയ ദൈവരാജ്യത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ ഒരു വക്താവായി തീരുവാൻ നമ്മളെ കർത്താവ് അനുവദിക്കും, അനുഗ്രഹിക്കും. ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ നടക്കുന്ന ഈ സൂം മീറ്റിംഗ് ഇത് അനേകർക്ക് ആമേൻ അനുഗ്രഹമായതുകൊണ്ടാണ് ഇന്ന് പ്രഭാതത്തിൽ ഈ മീറ്റിങ്ങിനകത്തിൽ കയറിയിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മീറ്റിംഗ് അനേകരിലേക്ക് എത്തിക്കുവാനും നമ്മൾക്ക് കഴിയും. സ്തോത്രം. അവരോട് പറയണം, ആമേൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ കയറുക, എനിക്ക് അനുഗ്രഹമാണ്, നിങ്ങൾക്ക് അനുഗ്രഹമാകും. നിങ്ങളുടെ ജീവിതത്തെ അത് തിരിച്ചു പിടിക്കും. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാ മേഖലയ്ക്കകത്തും കർത്താവ് ഉപയോഗിക്കും. ആമേൻ, സ്തോത്രം. ഇത് നമ്മൾ എപ്പോൾ പറയുന്നു, അവിടെയാണ് ദൈവരാജ്യം ആമേൻ തുടക്കം കുറിക്കുന്നത് തന്നെ. ആമേൻ ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒരാളെ യേശുവിലേക്ക് നേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയണം, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. വായും പൂട്ടിയിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. പക്ഷേ കർത്താവിൻ്റെ സാന്നിധ്യത്തെ അറിയിപ്പിക്കുവാൻ എപ്പോൾ നമ്മൾ അവൻ ആരംഭിക്കുന്നു, അവിടെ കർത്താവ് നമ്മളെ സ്നേഹിക്കും. ഹല്ലേലൂയ. ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കും. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ആമേൻ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട്, കർത്താവെ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. ആമേൻ, സ്തോത്രം. എൻ്റെ കയ്യിൽ ആ വലയുണ്ട്, പക്ഷെ എനിക്കത് ഇതുവരെയും എറിയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആമേൻ, സ്തോത്രം. അനേകര് പാപത്തിൻ്റെ കുഴിയിൽ പെട്ട് കിടക്കുന്നു. ആമേൻ, സ്തോത്രം. അവരിലേക്ക് ഈ അഭിഷേകത്തെ ഒന്ന് എത്തിക്കുവാൻ എന്നെ ഒന്ന് ആമേൻ പണിതെടുക്കണമേ എന്ന് ആത്മാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവജനം, നിങ്ങളുടെ ഹൃദയത്തെ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഈ പറഞ്ഞതിനകത്തിൽ എല്ലാ സത്യങ്ങളുമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് പല കാര്യങ്ങളും, എനിക്ക് വേദപുസ്തകത്തിനകത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയാൻ കഴിയും.
പക്ഷേ എന്നാലും ഒരാളെങ്കിലും ആമേൻ ഒരാൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളത്, സ്നേഹമുള്ളത്. ആ വ്യക്തിയെ കർത്താവ് സ്നേഹിക്കും. യേശുവേ, നന്ദി കർത്താവേ. ഞാനിപ്പോൾ ഈ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചുരുക്കമായ ചില പേരുകൾ മാത്രമേ ഉള്ളൂ, എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തുള്ളവരാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്തുള്ളവരാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവജനം അനുഗ്രഹിക്കപ്പെടണം. കർത്താവ് ഇവരിലൂടെയുള്ള വാഗ്ദത്തങ്ങൾ നിറവേറണം. ആമേൻ. ഈ ലോകത്തിൽ തന്നിരിക്കുന്ന ഈ കൊച്ചു ജീവിതം അവസാനിക്കുന്നതിന് മുന്നമേ ഒരു വ്യക്തിയെങ്കിലും, ഒരാളെയെങ്കിലും ദൈവരാജ്യത്തിനെ ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് ഉപയോഗിക്കുമാറാകണമെന്ന് ഞാൻ ആത്മാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങളെ ചെയ്യണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.